പ്രഭാഷകൻ അധ്യായം 21. പാപം വർജിക്കുക. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ് തലവാൾ പോലെയാണ്. അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു. അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായിത്തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ല് ശേഖരിക്കുന്നവനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ചണനാര് കൂട്ടിവച്ചതുപോലെയാണ്. അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു. അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. ജ്ഞാനിയും ഭോഷനും. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധി സാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല. എന്നാൽ നീരസം വളർത്തുന്ന ഒരു തരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവൻ്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. ഭോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്. അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. ഭോഷൻ അവ പുച്ഛിച്ച് പുറം തള്ളും. ഭോഷന്റെ സംസാരം ഭാരമുള്ള ചുമടുപോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ആനന്ദം ഉളവാക്കുന്നു. സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. ഭോഷന് ജ്ഞാനം വീണു തകർന്ന വീടുപോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പര ബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകൈയിൽ വിലങ്ങുപോലെയും ആണ്. ഭോഷൻ ഉറക്കെ ചിരിക്കുന്നു. ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയും ആണ്. ഭോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവം അതിൻ്റെ മുൻപിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥ ഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. ഭോഷന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ് മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദൂഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. പ്രഭാഷകൻ അധ്യായം 22. അലസതയും ഭോഷത്വവും. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈ കുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത്
പൊട്ടിയ കലത്തിൻ്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നതുപോലെയാണ്, അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നതുപോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെയോർത്ത് കരയുക, അവൻ്റെ പ്രകാശം അണഞ്ഞുപോയി. ഭോഷനെയോർത്ത് കരയുക, അവൻ്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെയോർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. ഭോഷൻ്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവൻ്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിൻ്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പു കട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും ഇളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളിയലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്തിളകി പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. സുഹൃത്ത് ബന്ധം. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും. ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നു പോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്നു നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുൻപേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല. ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്കെന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു.